റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്നു. യുക്രൈനിൽ കനത്ത പ്രഹരമാണ് റഷ്യ ഏൽപ്പിക്കുന്നത്. അതിനിടെ കരിങ്കടലിൽ റഷ്യയുടെ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഡ്രോണാക്രമണങ്ങളിൽ കപ്പലുകൾക്ക് തീപിടിച്ചതായി തുർക്കി അറിയിച്ചു. ശനിയാഴ്ച രാവിലെ തുർക്കി തീരത്തിന് സമീപമാണ് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത്. വിരാട്, കൊറോസ് എന്നീ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. വിരാടിന് നേരെ വെള്ളിയാഴ്ചയും ആക്രമണം നടന്നിരുന്നു. ആക്രമണത്തിന് പിന്നിൽ യുക്രൈനാണെന്ന് വാർത്താ ഏജൻസി AFP റിപ്പോർട്ട് ചെയ്തു. യുക്രൈൻ്റെ നാവികസേനയും സുരക്ഷാ ഏജൻസിയായ SBUവും സംയുക്തമായി നടത്തിയ ആക്രമണമാണിതെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം പിന്നീട് യുക്രൈൻ ഏറ്റെടുക്കുകയും ചെയ്തു. കപ്പലുകളിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് തുർക്കി അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 25 ജീവനക്കാരെ രക്ഷാപ്രവർത്തകർ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. റഷ്യയുടെ നോവോ റോസിയക് തുറമുഖം ലക്ഷ്യമിട്ടായിരുന്നു ഈ കപ്പലുകൾ സഞ്ചരിച്ചത്. റഷ്യയുടെ ഷാഡോ കപ്പൽ വ്യൂഹത്തിൽ ഉൾപ്പെട്ട കപ്പലുകൾക്ക് നേരെയാണ് തുർക്കിയിലെ കരിങ്കടൽ തീരത്ത് വച്ച് ആക്രമണം ഉണ്ടായത്. പഴക്കം ചെന്ന എണ്ണക്കപ്പൽ ഉൾപ്പെട്ട ശൃംഖലയെയാണ് ഷാഡോ ഫ്ലീറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കരിങ്കടൽ തീരത്ത് നിന്ന് 35 മൈൽ അകലെ വെച്ചാണ് വിരാടിനെ ആക്രമിച്ചത്. ആദ്യ ആക്രമണം വെള്ളിയാഴ്ച രാത്രിയായിരുന്നു. പിന്നാലെ ശനിയാഴ്ച പുലർച്ചെയും ആക്രമണം ഉണ്ടായി. ആക്രമണത്തിൽ വിരാടിന് സാരമായ കേടുപാടുകൾ ഉണ്ടായെങ്കിലും കപ്പലും ജീവനക്കാരും സുരക്ഷിതമാണെന്ന് തുർക്കി പ്രസ്താവനയിൽ അറിയിച്ചു. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത യുക്രൈൻ കൃത്യം നിർവഹിക്കാൻ സീ ബേബി ഡ്രോണുകളാണ് ഉപയോഗിച്ചതെന്ന് അവകാശപ്പെട്ടു. വെള്ളിയാഴ്ച റഷ്യയിലെ നോവോ റോസ്നിക് തുറമുഖത്തേക്ക് പുറപ്പെട്ട കെയ്റോസ് എന്ന കപ്പലിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. തുർക്കിയുടെ തീരത്ത് നിന്ന് 28 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചുണ്ടായ ആക്രമണത്തിലാണ് കപ്പലിൽ തീപിടുത്തം ഉണ്ടായത്. ഈ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് തുർക്കി അറിയിച്ചു. അതിനിടെ US-ൻ്റെ നേതൃത്വത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു. US മുന്നോട്ട് വച്ച കരാർ വ്യവസ്ഥകൾ യുക്രൈൻ അംഗീകരിച്ചതായും റിപ്പോർട്ടുകളെത്തി. ഏറ്റവും ഒടുവിൽ റഷ്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. കരാറിന് താൽപ്പര്യമില്ലെന്ന നിലപാടിലാണ് റഷ്യ. യുക്രൈനിലെ സെലൻസ്കി സർക്കാർ നിയമവിരുദ്ധമാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയത്. യുക്രൈനുമായി ഏതെങ്കിലും കരാറുകളിൽ ഏർപ്പെടുന്നതിൽ അർത്ഥമില്ലെന്നും പുടിൻ പറഞ്ഞു. സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. അതിനാൽ സെലൻസ്കി സർക്കാരിന് ഭരണത്തിൽ തുടരാൻ അവകാശമില്ല. യുക്രൈനുമായി ഏത് കരാറിനും രാജ്യാന്തര സമൂഹത്തിൻ്റെ അംഗീകാരം ഉറപ്പാക്കേണ്ടതുണ്ട്. യുക്രൈനിലെ റഷ്യയുടെ നേട്ടങ്ങളെ രാജ്യാന്തര സമൂഹം അംഗീകരിക്കുകയും വേണമെന്നും പുടിൻ പറഞ്ഞു. റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യയോട് പക്ഷപാതം കാണിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇത് ശുദ്ധ അസംബന്ധമാണെന്നാണ് പുടിൻ പറയുന്നത്. US-ഉം യുക്രൈനും ജനീവയിൽ ചർച്ച ചെയ്ത വ്യവസ്ഥകളുടെ പകർപ്പ് റഷ്യയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത സമാധാന ഉടമ്പടിയുടെ കരട് രൂപരേഖ യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഭാവിയിലെ കരാറുകൾക്ക് അടിസ്ഥാനമാക്കാം. അങ്ങനെയല്ലെങ്കിൽ റഷ്യ യുദ്ധം തുടരുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി.